ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ ഇടാം. നല്ല ചിക്കൻ ഫ്രൈക്ക് നല്ല കളർ കിട്ടാനായിട്ട് ഞാൻ ഈ പൗഡർ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 1.25 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തത് ചിക്കൻ ഫ്രൈ മസാല കിട്ടും, നമുക്ക് നല്ല ടേസ്റ്റാട്ടോ. നമ്മുടെ ഹോട്ടലിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. ചിക്കൻ ഫ്രൈ മസാല ഒരു 2-2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുരുമുളക് പൊടി, ആവശ്യത്തിന് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. ഇതൊക്കെ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ല ഫ്ലേവർ കൂട്ടുന്ന ഐറ്റംസ് ആട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. കരിവേപ്പിലയുടെയൊക്കെ ഫ്ലേവർ അടിപൊളിയായിരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈയിൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമുക്ക്. പൊടികൾ ഡയറക്റ്റ് ചേർക്കുന്നതിനും നല്ലത് ഇതുപോലെ മിക്സിയിൽ അടിച്ച് ചേർക്കുന്നതാട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും. ഈ ഐറ്റംസ് എല്ലാം ഞാൻ അടിച്ചിട്ട് അതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്താലേ കുറച്ച് ലൂസായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. മിക്സ് അരച്ചെടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. ഇനി നമ്മുടെ ഓരോ ചിക്കൻ പീസിലും നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. ഓരോ ചിക്കനിലും നന്നായിട്ട് മിക്സ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്ത് മിക്സ് നമ്മൾ ചിക്കനിലോ മീനിലായാലും നമ്മൾ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാത്തിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ. അപ്പോൾ സാധാരണ ഇങ്ങനെ മസാലകളൊന്നും യൂസ് ചെയ്യാതെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ കിട്ടിയത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു മിക്സ് ചെയ്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ മിക്സ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞു, റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് ഓരോന്നിട്ട് കൊടുക്കാം. ഇനി ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പാനിലോട്ട് ഇട്ടപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. ഫ്ലെയിം കൂട്ടി തന്നെ ഇടാം കേട്ടോ. ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രം മതി കേട്ടോ നമുക്ക് ഊണ് കഴിക്കാനായിട്ട്.
ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കൂട്ട് വെച്ച് ഉള്ള ഫ്രൈ അടിപൊളിയായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിലിടണേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ഇടാം കേട്ടോ. ഇതുപോലുള്ള ചെറിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയുടെയും കുരുമുളകിൻ്റെയും ചിക്കൻ ഫ്രൈ മസാലയുടെ ഒക്കെ ഫ്ലേവർ നമ്മുടെ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല സ്മെല്ലായിരുന്നു എല്ലാവിടെയും. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വറുത്തെടുത്തത്. അതെന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ഡിഷുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഞാനിത് സവാളയൊക്കെ ഇങ്ങനെ മുറിച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവരും ടേക്ക് കെയർ ആയിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.